നമ്മുടെ അതിമനോഹരമായ ഒരു സംരംഭം ഇവിടെ സ്റ്റാർട്ട് ചെയ്യപ്പെടുകയാണ്. അതിഥികളായി എത്തിയിട്ടുള്ള എല്ലാവരും നമ്മുടെ ഉള്ള ഇരിപ്പിടങ്ങളിൽ ദയവായി ഇരിക്കുക. 4 കോടിയോളം ഫാമിലികൾ കഴിഞ്ഞ 25 സംവത്സരങ്ങളായിട്ട് അവരുടെ ജീവിതം സമൃദ്ധമാക്കിയ ഒരു സംവിധാനമാണ് RCM എന്ന ഈ 3 അക്ഷരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഈ നാടിൻ്റെ വികസനത്തിനും അതുപോലെ തന്നെ ജനക്ഷേമ എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങളുടെ സമൃദ്ധിക്കും വേണ്ടി സമർപ്പിതമായ ഒരു സംവിധാനമാണ് 4 നൂറ്റാണ്ടായി കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം തിരുവല്ലയിലെ ഏറ്റവും മഹത്തരമായ ഒരു സംരംഭം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിന് വേണ്ടി നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്ന വ്യക്തി വളരെ ആദരവോടെ ഞാൻ പറയുന്നു, 20 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ എയർഫോഴ്സിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന സാക്ഷാൽ നാരായണ മൂർത്തി സാറാണ്. അദ്ദേഹം എയർഫോഴ്സിലെ ജോലി രാജിവെച്ചിട്ട് RCM 20 വർഷത്തിന് മുമ്പ് 2005 ഏറ്റെടുത്തപ്പോൾ അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ സൗത്ത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ ജീവിതം സമ്പൽ സമൃദ്ധിയിലേക്കും ആരോഗ്യത്തിലേക്കും കൊണ്ടെത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഫാമിലിയിലൂടെ കേരളത്തിൽ 2005 RCM സ്റ്റാർട്ട് ചെയ്യുകയും ഇന്ന് കേരളത്തിൽ ലക്ഷക്കണക്കിന് ഫാമിലികൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. ആദരണീയനായ മൂർത്തി സാറും അദ്ദേഹത്തിന്റെ പ്രിയതമ അഖില മേഡവും മകൻ ഡോക്ടർ ഹരിസാറും എത്തിയിട്ടുണ്ട്. എനിക്ക് ചുരുങ്ങിയ സമയം കൊണ്ടൊന്ന് പറയാനുള്ള ഒരു കാര്യം, ഒരു പക്ഷേ ഗിന്നസ് ബുക്കിൽ മൂർത്തി സാറിന്റെ പേര് വരാൻ പോവുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഷോപ്പുകൾ RCMന്റെ ഔട്ട്ലെറ്റുകൾ ഉദ്ഘാടനം ചെയ്ത വ്യക്തി എന്നുള്ള നിലയിലാണത്. ഏറ്റവും കൂടുതൽ ഷോപ്പുകൾ, ഒരു മാസം കുറഞ്ഞത് 15 ഷോപ്പുകളെങ്കിലും അദ്ദേഹം. അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഷോപ്പുകൾ അത് ഓരോ ദിവസവും വളർന്ന് പന്തലിച്ചു കൊണ്ടേയിരിക്കുന്നു, ഒന്നും നിർത്തിപ്പോകേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ആദരവോടും കൂടി ബഹുമാന്യനായ RCMന്റെ സൗത്ത് ഇന്ത്യയിലെ സഫയർ എന്ന് പറയുന്ന പൊസിഷൻ നിൽക്കുന്ന ഞങ്ങളെല്ലാം ആദരിക്കുന്ന, ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന സഫയർ മൂർത്തി സാറിനെയും പ്രിയതമ അഖില ടീച്ചറെയും ഹരിശങ്കർ സാറിനെയും വേദിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാർ പ്ലീസ്. ഇവിടെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം RCMന്റെ ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്ത യഥാർത്ഥത്തിൽ നമ്മുടെ വെടുക്കൊണ്ടല്ല. ഇവിടെ വെള്ള കുപ്പായമിട്ട ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ അച്ഛൻ ജോസച്ചൻ. അച്ഛന്റെ ഒരു എഫർട്ടാണ് കാരണമാണ് നമുക്കിവിടെ റൂം കിട്ടിയത്. അത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ അച്ഛൻ. നമുക്കെല്ലാം അറിയാവുന്നതാണ്. അദ്ദേഹം ഇടവകയുടെ മാത്രം പ്രതിനിധിയല്ല, ഇവിടുത്തെ ജനങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതിനിധിയാണ്. എല്ലാ ആദരവോടും ബഹുമാനത്തോടും കൂടി നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയ്യടിയോട് സാധിക്കും. നെടുമ്പ്രം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. നമുക്കറിയാം, സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് ഒരു ഗ്രാമപഞ്ചായത്ത് ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തലവേദനയുടെ അവിടെ കിട്ടും. തലവേദനയാണത്. അത് നല്ല രീതിയിൽ നട്ടലോടുകൂടി ഗ്രാമപഞ്ചായത്ത്, നെടുമ്പ്രം ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ സാരഥി ശ്രീമതി ടി പ്രസന്നകുമാരി അമ്മയെ വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് സാർദ്ധമായി സ്വാഗതം ചെയ്യുന്നു. നിരണം ഗ്രാമപഞ്ചായത്ത്, നിങ്ങൾ ഓർക്കണം, ഇവിടെ കാണുന്നത് ഈ ഒരു നോട്ടീസ് എടുത്ത് നോക്കിയാൽ ഇതില് 6 പുരുഷന്മാരുടെ ഫോട്ടോയും 7 സ്ത്രീകളുടെ ഫോട്ടോയുമാണ്. RCMന്റെ ആപ്തവാക്യം സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുക. ഇവിടെ നോക്കിയാലും അറിയാം. അപ്പൊ ഇതില് പ്രസിഡന്റുമാരായിട്ടും ഗസ്റ്റുകളായിട്ടും വന്നിരിക്കുന്ന മൊത്തം വനിതകളാണ്, വനിതാ രത്നങ്ങളാണ്. നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അന്നമ്മ ജോർജ് മേഡത്തിന് എല്ലാ ആദരവോടും കൂടി അദ്ദേഹം ആ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. വികസനത്തിന് എല്ലാ പ്രാധാന്യം കൊടുത്ത് മുന്നേറുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. അദ്ദേഹത്തെ വളരെ ഹാർദവമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം മേഡം. ബ്ലോക്ക് പഞ്ചായത്ത് കറണ്ട് പോയതല്ലേ? ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ്
വികസന സ്റ്റാൻഡിംഗ് കാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മറിയാമ്മ എബ്രഹാം, അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം. നമ്മുടെ നിരണം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീമതി സാറാമ്മ വർഗീസ്, അദ്ദേഹത്തിൻ്റെ എത്തിയിട്ടുണ്ടല്ലോ, സ്വാഗതം ആശംസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഈ സംരംഭം നാടിന് സമർപ്പിക്കുന്നതിന് വേണ്ടി ആരാധ്യനായ മൂർത്തി സാറിന് വളരെ സ്നേഹാദരങ്ങളോടെ ഉദ്ഘാടനത്തിനായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അഖില ടീച്ചറെയും എല്ലാവരും കൈയടിച്ച് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തോടൊപ്പം നിന്ന് നമുക്ക് നാളെ മുറിച്ചിട്ട് നമുക്ക് ഇതേ സീറ്റിൽ വീണ്ടും ഇരിക്കണം. കാരണം ഇത് കട്ട് ചെയ്തതിനു ശേഷം നമുക്കിവിടെ പ്രോഗ്രാമുണ്ട്. താങ്ക് യു. നമുക്ക് ആ മനോഹരമായ ചടങ്ങ് നിർവഹിക്കാം സന്തോഷത്തോടെ, അഭിമാനത്തോടെ. കൈയടിക്കാം. താങ്ക് യു സർ. KRCM. നമ്മുടെ ആദ്യ വിൽപ്പന അടുത്ത ഘട്ടമാണ്. നമുക്ക് നമ്മുടെ വിശിഷ്ടാതിഥികൾക്കൊക്കെ നമ്മളോട് ആശംസകൾ അറിയിക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് സീറ്റുകളിൽ തന്നെ ഇരിക്കാം. നമുക്കൊരു 2 മിനിറ്റ് നമുക്ക് അവിടെ ഇരുന്ന് അവരുടെ ആശംസകൾ അറിയണം. തീർച്ചയായിട്ടും നമുക്ക് അതിനുശേഷം നമുക്ക് പിരിയാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ദയവായി സീറ്റുകളിൽ ഇരിക്കുക. നമ്മുടെ ചീഫ് ഗസ്റ്റുകൾ അകത്ത് കയറിയതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരും സീറ്റുകളിൽ ഇരിക്കുക. ഇല്ല, അത് പിന്നെ ആദ്യ വിൽപ്പന നമുക്ക് നമസ്കാരം. JRCM ഇവിടെ RCMന്റെ ഉപഭോക്താക്കളല്ലാത്ത ആളുകൾ, പുതിയ ആളുകൾ എത്ര പേരുണ്ടെന്ന് കൈവെക്കാം. അതായത് എന്നെ സംബന്ധിച്ചൊരു പുതിയ കാര്യമാണ്. അങ്ങനെയുള്ള ആളുകൾ എത്ര പേരുണ്ട്? ബാക്കിയുള്ളവരൊക്കെ RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ ആണല്ലോ. എന്താണ് JRCM പറഞ്ഞിട്ടൊരു അനക്കമില്ലാത്തത്? നമുക്ക് പൊതുവെ നമസ്കാരം പറയുന്ന ശീലമൊന്നുമില്ല അല്ലേ? നമസ്കാരം പറഞ്ഞാൽ തിരിച്ചൊരു നമസ്കാരം പറയാം. എൻ്റെ പേര് നാരായണമൂർത്തി. മൂർത്തി എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഞാൻ വിദേശിയാണെന്ന് തോന്നും. അങ്ങനെയല്ല കേട്ടോ, ഞാനൊരു കോട്ടയംകാരനാണ്. ഈരാറ്റുപേട്ടയാണ് എൻ്റെ സ്ഥലം. RCM എന്ന് പറയുന്ന ഈ 3 അക്ഷരം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമമാണ് തലനാട്. അവിടെ ഒരു സാധാരണ കുടുംബത്തിൽ 8 മക്കളിൽ 6ാമനായിട്ട് ജനിച്ച ആളാണ് ഞാൻ. +2 കഴിഞ്ഞ ഉടനെ, അതായത് അന്നത്തെ പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി കിട്ടി. അത്രയും ചെറുപ്പത്തിൽ നല്ലൊരു ജോലി കിട്ടിയപ്പോൾ എൻ്റെ മാതാപിതാക്കന്മാർക്ക് വലിയ അഭിമാനം. എനിക്ക് എന്താ പറയുക, അല്പ അഹങ്കാരം തന്നെ പറയല്ലേ. ആ പ്രായത്തിൽ ഒരു ഗവൺമെൻറ് ജോലി, അത് സെൻട്രൽ ഗവൺമെൻറ്, ഡിഫൻസ്, എയർഫോഴ്സ് അല്ലേ? കൂട്ടുകാർക്ക് അസൂയ തോന്നില്ലേ? എൻ്റെ നാട്ടിലന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ധാരാളം ആളുകളുണ്ട് ജോലി ഇല്ലാത്തവർ. അപ്പോൾ എനിക്കൊരു ജോലി കിട്ടിയപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ അസൂയ ഉണ്ടായിട്ടുണ്ടാവും, സ്വാഭാവികം. എയർഫോഴ്സിൽ ചെന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇതിനേക്കാൾ അനുയോജ്യമായ സംഗതിയില്ല. ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ട്, ഏറ്റവും സിൻസിയറായിട്ട് എനിക്ക് എൻ്റെ കാരണന്മാർ പഠിപ്പിച്ച രീതിയിൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. ഒരു കാരണവശാലും എയർഫോഴ്സിലെ ജോലി ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. 18 വർഷം കഴിയുമ്പോൾ സർവീസ് തുടരണോ വേണ്ടയോ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അത് സർവീസിലുള്ള ആളുകൾക്കറിയാം. ആദ്യം ഒരു കോൺട്രാക്ട് പീരീഡാണ്. അത് കഴിഞ്ഞാൽ സർവീസ് നീട്ടണോ വേണ്ടോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെയുള്ള രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്താണ് ഈ 3 അക്ഷരം എൻ്റെ മുമ്പിൽ എത്തുന്നത്. എന്നോട് എൻ്റെ സുഹൃത്തും ഈ സിസ്റ്റത്തിൽ നമ്മളെല്ലാം തുടക്കക്കാരനുമായിട്ടുള്ള മിസ്റ്റർ ഗോപകുമാർ, അദ്ദേഹത്തിൻ്റെ നാട് ഇവിടെയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ നാടാണ് തൊടിയാടി. ഇന്നലെ അത് ഞങ്ങൾ പറയുകയുണ്ടായി. ഗോകുമാർ സാർ എന്നോട് പറഞ്ഞു, RCM എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, ഇത് നിങ്ങൾക്ക് പാസീവ് ഇൻകം തരും. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇന്നും ആളുകൾക്കറിയില്ല.
നേരായ വരുമാനത്തിൻ്റെ 3 മാർഗം എനിക്കറിയാവുന്ന ജോലി, കൃഷി, ബിസിനസ്. അതിനപ്പുറം വരുമാനം ഉണ്ടാക്കുന്നൊരു പണി എനിക്കറിയില്ലായിരുന്നു. ഡയറക്റ്റ് മാർക്കറ്റിങ്ങെന്നോ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങെന്നോ ഒക്കെ പറഞ്ഞാൽ ആളുകൾ പുച്ഛിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേറൊരു പരിപാടി ആവശ്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വിധേയനായി ഞാൻ 2005 ആർട്സിൽ മെമ്പർഷിപ്പ് എടുത്തു. അപ്പോഴും എയർഫോഴ്സിൽ ജോലി വേണ്ടെന്ന് നോക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഏകദേശം 1 വർഷം കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു. ആർട്സിനെ മനസ്സിലാക്കാൻ അവസരം കിട്ടിയപ്പോൾ വലിയൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ആർട്സിൻ്റെ സാധ്യത എനിക്ക് മനസ്സിലായി. ഞാനൊരു തീരുമാനമെടുത്തു, ക്വിറ്റ് മൈ ജോബ്, എയർഫോഴ്സിലെ ജോലി വേണ്ടെന്ന് നോക്കുക. ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ജയൻ സാറ് പറഞ്ഞതൊക്കെ കുറേയൊക്കെ അതിശയോക്തികളാണ്. ഞാൻ അന്നത് മനസ്സിലാക്കിയത് കൊണ്ട് ഇന്നുണ്ടായ നേട്ടം, 1 മാസം ഏകദേശം 25 കോടിയുടെ ടേൺ ഓവർ കേരളത്തിൽ ആർട്സിമിൻ്റെ നടക്കും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണല്ലോ ഭൂരിപക്ഷം മലയാളികളും. വെളിച്ചെണ്ണയ്ക്ക് വില കൂടി, എന്ത് ചെയ്യും അല്ലേ? 2009 മുതൽ എൻ്റെ വീട്ടിൽ വെളിച്ചെണ്ണ അല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ കിട്ടുന്ന ഒരു അമൃതമുണ്ട്, ഹെൽത്ത് ഗാർഡ് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ നോക്കാം എവിടെയാണ് എൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നതെന്ന്. ഹെൽത്ത് ഗാർഡ് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? ഹെൽത്ത് ഗാർഡ് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേര് ഉപയോഗിക്കുന്നവരാണ്. ആ ഹെൽത്ത് ഗാർഡ് 2009 മുതൽ ഞാൻ ഉപയോഗിക്കുന്നു. ഇന്ന് കേരളത്തിൽ വെളിച്ചെണ്ണയുടെ വില കൂടി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആളുകൾ പറയുന്നു വില കുറഞ്ഞ ഏതെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ തന്നോളൂ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് നമ്മുടെ എണ്ണയ്ക്കാണ്. ഈ എണ്ണ 238 രൂപയാണ്. മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ പറയണ്ടല്ലേ? മെമ്പർഷിപ്പ് ഇല്ലാത്തവർക്ക് കേൾക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും, പറയണ്ട. അവിടെ ഇരിക്കുമ്പോൾ അവര് 193 രൂപയേ ഉള്ളൂ. അമൃതാണ്. അമൃത് എന്ന് പറഞ്ഞാൽ എന്താ? അമരത്വം തരുന്നത്, മരണത്തെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് അമൃത്. ശരിയാണോ? അമൃത് വാക്കിന്റെ അർത്ഥമാണല്ലോ. അത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ 3 വഴിയുണ്ട്. 1, അനുഭവം ഉള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. 2, ശാസ്ത്രീയമായിട്ട് അതിനെ വിലയിരുത്തുക. 3, ഉപയോഗിച്ച് ബോധ്യപ്പെടുക. നമ്മൾ കാണുന്ന പരിചയപ്പെടുന്ന ഭൂരിപക്ഷം ആളുകളുടെ വീട്ടിലും എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ അസുഖം കൊണ്ട് കഷ്ടപ്പെടുന്നവരോ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരൊക്കെ PSC-കാരാണ്. ശരിയല്ലേ? PSC, പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ ഇതില്ലാത്ത ഒരു വീട് തന്നെ ഉണ്ടാവില്ല. ഞാൻ വളരെ അഭിമാനത്തോട് പറയുന്നു, 2005 ആർട്സിമിൽ വന്നു. 2007 20 വർഷത്തെ സർവീസ് കഴിഞ്ഞ് ഞാൻ എയർഫോഴ്സിൽ നിന്ന് പോന്നു. അപ്പോൾ എൻ്റെ പ്രായം എത്രയായി നിങ്ങൾക്ക് ഏകദേശം കണക്കാക്കാം. ഇപ്പോൾ 2025 ആയി. 2007 സർവീസിൽ നിന്ന് പോകുന്നതിന് ശേഷം ഇതുവരെ ഞാനോ എൻ്റെ ഭാര്യയോ എൻ്റെ മകനോ രോഗിയായിട്ടൊരു ഡോക്ടറെ അടുത്ത് പോകേണ്ടി വന്നിട്ടില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഹെൽത്ത് കാർഡും ആർട്സിമിലെ ഉൽപ്പന്നങ്ങളുമാണ്. നല്ല കാര്യമാണ്. അങ്ങനെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോടൊപ്പം സഹകരിക്കാം. വേറെ ഒന്നും ചെയ്യാനില്ല. ചേഞ്ച് ദ ഷോ. ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, ഇവിടെ കിട്ടുന്ന സർവ്വ ഉൽപ്പന്നങ്ങളും ആരോഗ്യദായകമാണ്. ആരോഗ്യദായകം എന്ന് പറഞ്ഞാൽ ആരോഗ്യം തരുന്നതാണ്. തീർന്നില്ല. 25 കോടിയുടെ ടേൺ ഓവർ എൻ്റെ ടീമിൽ നടക്കുന്നെന്ന് പറഞ്ഞു. 400 രൂപ വെളിച്ചെണ്ണയ്ക്ക് പകരം 193 രൂപയ്ക്ക് ഹെൽത്ത് കാർഡ് വാങ്ങിക്കുമ്പോൾ ചെലവ് കുറഞ്ഞോ ഇല്ലയോ? അത്തരത്തിൽ നിങ്ങൾ നോക്കുന്ന ഏത് പ്രൊഡക്റ്റും രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കാനുള്ള പേസ്റ്റും ബ്രഷും മുതൽ രാത്രി ഉറങ്ങാൻ നേരത്ത് നമുക്ക് വേണ്ടി വരുന്ന ഫാനും ബെഡ്ഷീറ്റും വരെ ആവശ്യമുണ്ട്. ഇതെല്ലാം ഇത്തരത്തിൽ ഒരു 30-40% വരെ കുറഞ്ഞ വിലയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. എന്താ പറയുക, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടുന്ന പണം കൊണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഭൂരിപക്ഷം. ശരിയാണോ? ഓരോ സാധനത്തിനും വില കൂടുമ്പോൾ ദൈവമേ ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്ന് കഷ്ടപ്പെടുന്നവരാണ്. ജോലിക്കാരാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്നലെ ഒരാളെന്ന് പറയാണ്, സർവീസിൽ നിന്ന് റിട്ടയർ ഒരു സൂപ്രണ്ട് പറയാണ്, 2 മക്കളുണ്ട്, മക്കൾക്ക് ജോലിയൊന്നും ആയിട്ടില്ല. ഇത്രയും കാലത്തെ എൻ്റെ ജോലി കൊണ്ട് എനിക്കുണ്ടായ സമ്പാദ്യം 75 ലക്ഷം കടമാണ്. ഇനി ഈ കടം ഞാൻ എങ്ങനെ വീട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഹിന്ദിയിൽ പറയാറുണ്ട്, നൗക്കരി ആപ്പോ ഭൂക്കാ മർണേ നഹി ദേഗ ലേക്കിൻ ജിന്ദഗി മേ കാമയാബ് ഹോനെ ഭി നഹി ദേഗ എന്ന് പറഞ്ഞാൽ ജോലി ഒരിക്കലും നിങ്ങളെ പട്ടിണി കിടക്കാൻ ഇടയാക്കില്ല, പക്ഷേ രക്ഷപ്പെടാനും അനുവദിക്കില്ല.
25 വർഷമായിരിക്കുന്നു വാർഷികം. ഒരു പ്രൊഡക്റ്റിൽ തുടങ്ങി ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് നമുക്ക് വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും കിട്ടുന്ന രീതിയിൽ ഈ സംവിധാനം വളർന്നിരിക്കുന്നു. ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ അതിന് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും റിട്ടയർമെന്റ് ഉണ്ടാവില്ല. ഉണ്ടാവുമോ? നമ്മൾ എത്ര വലിയ ഉയർന്ന പൊസിഷനുള്ള ആളാണെങ്കിലും റിട്ടയർ ആയിക്കഴിഞ്ഞാൽ ആ സമയത്ത് ആ ജോലി മക്കൾക്കോ അല്ലെ അനന്തരാവകാശികൾക്കോ കൊടുക്കാൻ പറ്റുമോ? നമുക്കറിയാവുന്ന വരുമാനത്തിൻ്റെ മാർഗങ്ങളെല്ലാം ആക്റ്റീവ് ഇൻകമാണ്. ഒരാൾ ചെയ്താൽ കിട്ടും, നിർത്തിക്കഴിഞ്ഞാൽ തീരും. പക്ഷേ ഞാൻ ആർസിമിൽ വരുമ്പോൾ ഞാൻ ശങ്കിച്ചാണ് ആർസിമിലേക്ക് വന്നത്. പക്ഷേ ഇന്ന് എൻ്റെ ടീമിൽ ഏതാണ്ട് 4.5 ലക്ഷത്തോളം ആളുകൾ ആർസിമിൽ എൻ്റെ ടീമിലുണ്ട്. 4.5 ലക്ഷം ആളുകൾ. അവരൊക്കെ പല്ല് തേക്കുകയും കുളിക്കുകയും ചെയ്യുമ്പോൾ ഓരോ പൈസ എനിക്ക് കിട്ടിയാൽ, അവരൊക്കെ പല്ല് തേക്കുകയും കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോൾ ഓരോ പൈസ എനിക്ക് കിട്ടിയാൽ അതിൽ എൻ്റെ റോൾ എന്താണ്? നാളെ ഈ സിസ്റ്റത്തിൽ കമ്പനി പുതിയതായിട്ടൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു. ഇന്നിവിടെ പൊടിയാടിയിലെ ഷോപ്പ് വന്നു. ഈ ഷോപ്പിലൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദറിൻ്റെ ഇടവകയിലുള്ള 100-500 കുടുംബങ്ങൾ അവരൊക്കെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയും ഒരു വരുമാനത്തിന് വേണ്ടിയും ഇതിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ എത്തിക്കാൻ സഹായിക്കാൻ ഞാൻ ഉൾപ്പെടെ അതിന് മുകളിൽ നിങ്ങളാരും കണ്ടിട്ടില്ലാത്ത ധാരാളം ആളുകൾക്ക് അതിൻ്റെ ഒരു പങ്ക് കിട്ടും. അതേപോലെ നമ്മൾ മൂലം വരുന്ന ആളുകളിലൂടെ നടക്കുന്ന വിപണനത്തിന്റെ അടിസ്ഥാനത്തിൽ വരുമാനം വരുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ പ്രസ്ഥാനം എത്ര കാലം നിലനിൽക്കൂ അത്രയും കാലം വരുമാനം വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിലൂടെ വരുമാനം കിട്ടി തുടങ്ങിയാൽ പെൻഷൻ ആവുമെന്ന് പേടിക്കണ്ട. നമ്മുടെ ഏറ്റവും വലിയ പേടി എന്താ? പെൻഷൻ ആയാൽ എന്ത് ചെയ്യും? പെൻഷൻ ആവുക എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ശമ്പളം കിട്ടുന്ന ആളെ സംബന്ധിച്ച് പെൻഷൻ കിട്ടും ഗവൺമെന്റ് ആണെങ്കിൽ, അല്ലാത്ത ആളെ സംബന്ധിച്ചോ? ശരിയല്ലേ? ഇവിടെ ഒരിക്കലും പെൻഷൻ ആവില്ല. മക്കളുടെയും കൊച്ചുമക്കളുടെയും മുമ്പിൽ കൈനീട്ടേണ്ട ഒരു ആവശ്യം ആർക്കും വരില്ല. നമ്മുടെ തലമുറകൾക്ക് വരുമാനത്തിന് വേണ്ടി ആരുടെ മുമ്പിലും കൈനീട്ടേണ്ടി വരില്ല. ഒറ്റ കാര്യമുള്ളൂ, ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമ്മൾ പഠിക്കണം. ചെറിയൊരു പണിയേ ഉള്ളൂ. അത് ആർക്കാ പറ്റാത്ത അല്ലേ? വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വന്നാൽ അങ്ങനെ പോലെ ഒരു ആശംസ പ്ലീസ്, ഒരു ആശംസ പറഞ്ഞിട്ട് പോണേ. ഞാൻ ഇത്ര നീട്ടുമെന്ന് വിചാരിച്ചത് എനിക്കറിയില്ല. അല്ല, ഒരു ആശംസ പറഞ്ഞിട്ട് പോകാൻ മേഡം. ഒരു ആശംസ, ഉദ്ഘാടനത്തിൻ്റെ ഒരു ആശംസ. അതെ, അതല്ലേ എൻ്റെ മര്യാദ. ഒരു നല്ല കയ്യടി നമ്മുടെ ബഹുമാനപ്പെട്ട വേണ്ടി. ഇത്രയും തിരക്കിനിടയിലും വന്ന് നമുക്ക് വേണ്ടി സഹകരിച്ചില്ലേ? യെസ്. ഏറ്റവും പ്രിയപ്പെട്ട മൂർത്തി സാറ്, ഞാൻ മൂർത്തി സാറെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇൻഫോസിസിലെ മൂർത്തി സാറിനെ ഓർത്തു കേട്ടോ, നാരായണ മൂർത്തി സാർ. ഞാൻ പറഞ്ഞു അഖില ടീച്ചറോട് പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുടുംബം, ബഹുമാന്യനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ ഇടവകയിലെ അച്ഛൻ, ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ഞങ്ങളുടെ വാർഡ് മെമ്പർ ഷേർലി ബിലിപ്പൻ പനിയാണ്, അതുകൊണ്ടാണ് എത്താതിരുന്നത്. അത് പ്രത്യേകം ഞാൻ പറയുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതും വില കുറവുള്ളതുമായ സാധനങ്ങളാണ് ലഭ്യമാകുന്നതെങ്കിൽ തീർച്ചയായും ആൾക്കാർ എത്തുമെന്നുള്ള ഒരു ഉറപ്പ് പറയുകയാണ്. അപ്പോൾ നേരാണ് ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ എല്ലാവരും PSC അംഗങ്ങളാണ് നമ്മുടെ വീടുകളിലെല്ലാം, അല്ലേ? ശ്രദ്ധിച്ച് കേട്ടത്. അപ്പോൾ ആ ജീവിതശൈലി രോഗങ്ങളെല്ലാം മാറ്റുന്നതിനും ആരോഗ്യദായകമായ ഭക്ഷണം ലഭിക്കുന്നതിനും ഇത്ര സൗകര്യപ്രദമായ രീതിയിൽ ഒരു സ്ഥാപനം ഉള്ളപ്പോൾ നമ്മൾ കഴിവുള്ളിടത്തോളം അതിൻ്റെ ഗുണഭോക്താക്കളാകുവാൻ ശ്രമിക്കണം. എല്ലാവിധ ആശംസകളും ഇതിനെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വേറൊരു ഉദ്ഘാടനം എനിക്കുണ്ട്, അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഇവിടെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു മാഡം. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ നല്ലൊരു കയ്യടിയാകാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിലൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു അവസരത്തെ അല്ല യഥാർത്ഥത്തിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയി. നമ്മുടെയൊക്കെ വീടുകളിൽ അതിഥികൾ വന്നാൽ കൊടുക്കാൻ വേണ്ടി നമ്മളൊക്കെ ചില പലഹാരങ്ങൾ കരുതി വെക്കും, അല്ലേ?
ഇപ്പോൾ പരിചയക്കേണ്ട കാര്യമില്ല. ഓൺലൈൻ ഓർഡർ ചെയ്ത ഇൻസ്റ്റാ മാർട്ടിലൂടെയൊക്കെ ടക്കെന്ന് വീട്ടിലെത്തും. എന്നാലും കായ ചിപ്സ് ഇല്ലാത്ത ഒരു വീട് കേരളത്തിലുണ്ടാവില്ല. ശരിയല്ലേ? ചിപ്സ്, പക്കാവട, മിക്സർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ആരാ ഉണ്ടാക്കുന്നത്? പണ്ട് മുതലേ നമ്മുടെ വീട്ടിലുള്ളതാണ് ഇത്തരം പലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു, ഉപയോഗിക്കുന്നു. നമ്മുടെ വീട്ടിൽ നമുക്കറിയാവുന്ന എണ്ണയിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഈ പലഹാരങ്ങൾ ആരുണ്ടാക്കുന്നു, ഏതെണ്ണയിലുണ്ടാക്കുന്നു, വല്ല പിടുത്തമുണ്ടോ? ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു തന്നെ ശരിയാണ്, എല്ലാവരും PSCക്കാരാണ്. അങ്ങനെ PSCക്കാരുടെ എണ്ണം കൂടുന്നതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പലഹാരങ്ങളാണ്. ശരിയാണോ? സമ്മതിക്കുന്നു? നിങ്ങളുടെ വീട്ടിൽ സാധനം ഉണ്ടോ? പൊതുവെ സ്ത്രീകൾ പറയും, അതെ നിങ്ങൾക്കിതൊന്നും അറിയത്തില്ല, ആരെങ്കിലും വന്നാലൊന്നും കൊടുക്കാനെങ്കിൽ നാണക്കേട് എനിക്കാ, അതുകൊണ്ട് എന്തെങ്കിലും കരുതി വെക്കണം. മുറുക്ക്, പക്കാവട, അച്ചപ്പം, ചിപ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇത് കഴിക്കുന്നത് നല്ലതല്ല എന്ന് അറിയാൻ പാടില്ലാത്തൊരാരും ഉണ്ടോ? അതോ കഴിക്കുന്ന നല്ലതാണോ? അല്ല. സാറൊരു വീട്ടിൽ, എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ കുറച്ച് ചിപ്സ്, എൻ്റെ വൈഫ് കുറച്ച് ചിപ്സ് കൊണ്ടു വെച്ചാൽ സാറ് കഴിക്കുമല്ലോ? കഴിക്കും. കഴിക്കുന്നത് നല്ലതല്ലെന്ന് അറിഞ്ഞുകൊണ്ട് കഴിക്കുന്ന എന്താണെന്നറിയാമോ? തരുന്ന ആളോടുള്ള ഒരു ബഹുമാനം. കഴിച്ചില്ലെങ്കിൽ മോശമാണല്ലോ. ഒരു 2-3 ചിപ്സ് സാറെടുത്ത് കഴിക്കും. മിക്സർ ആണെങ്കിലും കുറച്ച് കഴിക്കും. എന്നിട്ട് മിച്ചമുള്ളത് എന്ത് ചെയ്യും? ഒരു അതിഥിക്ക് കൊടുത്തു, കുറച്ച് മിക്സർ, കുറച്ച് ചിപ്സ് കഴിച്ചു. മിച്ചമുള്ളത് എന്ത് ചെയ്യും മാഡം? കൊടുത്തതിന്റെ ബാക്കി ഒരു പാത്രത്തിലിട്ട് വെക്കാൻ ഒരു നല്ല വീട്ടം ഒരിക്കലും ചെയ്യില്ല, അത് കഴിക്കും. ശരിയാണോ? ഈ PSCക്കാർ കൂടുതൽ സ്ത്രീകളാകാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്. ശരിയാണോ? ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയാൽ രോഗികളായിട്ട് വരുന്നവരിൽ ഭൂരിപക്ഷം പേരും സ്ത്രീകളാണ്. ആഹാരമാണ് ആരോഗ്യം തരുന്നത്, ആഹാരം ഉണ്ടാക്കുന്നത് സ്ത്രീകളാണ്. എന്നിട്ടും സ്ത്രീകളുടെ ആരോഗ്യം മോശമാകുന്നതിന് കാരണങ്ങൾ ഒന്ന് ഇതാണെന്ന് ഞാൻ പറഞ്ഞാൽ ന്യായമുണ്ടോ അതിൽ? ഇവിടെ നമുക്കൊരു എണ്ണയുണ്ട്. ചേച്ചാ എണ്ണയൊന്ന് കാണിക്കും. ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നവരാണ്. എന്നാലും എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാനാണ് താല്പര്യം. ഹെൽത്ത് ഗാർഡ് എന്നാണ് അതിൻ്റെ പേര്, ആരോഗ്യ സംരക്ഷകൻ. ഇത് ഉപയോഗിക്കുന്നവരാണ് ഇവിടെ ഭൂരിപക്ഷം ആളുകളും. എണ്ണയും എണ്ണപ്പലഹാരങ്ങളും ആരോഗ്യം മോശമാക്കുമെന്ന് അറിയാവുന്നവരാണ് നമ്മളെല്ലാവരും. ഒരു 10-40 വയസ്സ് കഴിഞ്ഞാൽ എണ്ണപ്പലഹാരങ്ങളും ബേക്കറി സാധനങ്ങളും നോൺ വെജിറ്റേറിയൻ ഒക്കെ ഒഴിവാക്കണം, കുറയ്ക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. ശരിയാണോ? ശരിയല്ലേ? ആണല്ലോ. ഞങ്ങൾ എങ്ങനെയാണെന്നറിയോ? ആർസിയംകാർ രാവിലെ എഴുന്നേറ്റാൽ ഓരോ സ്പൂൺ എണ്ണയാണ് കഴിക്കുന്നത്. തലതിരിഞ്ഞവന്മാരാണ്. എത്ര പേര് കഴിക്കുന്നുണ്ട് രാവിലെ എണ്ണ? നോക്കി. ഇതാണ് ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം. ഞാൻ പറഞ്ഞു 2007 ശേഷം ഇതുവരെ ഞാനോ എൻ്റെ ഭാര്യയോ എൻ്റെ മകനോ അതുപോലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിൽ നമുക്ക് കാണിച്ചു തരാനുണ്ടാകും. ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നില്ല. എൻ്റെ മകൻ ഡോക്ടറാ, ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പോയി ഇവിടെ ഇരിക്കുക. ഞാൻ അവിടെയൊക്കെ നോക്കുകയാണ്. ഡോക്ടർ പറയുന്നത് ഡോക്ടർക്ക് രോഗിയെ ചികിത്സിക്കാം, ചിലപ്പോൾ അസുഖം മാറാം. പക്ഷേ ആർസിബിലാണെങ്കിൽ രോഗം വരാതിരിക്കാൻ ആളുകളെ സഹായിക്കാം. അതാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതുകൊണ്ട് MBBS ഒക്കെ കഴിഞ്ഞെങ്കിലും പ്രാക്ടീസിനും MDക്കും പോകുന്നില്ല. നിങ്ങളുടെ കൂടെ ആർസിബിൽ ഞാനും വരിക എന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ഈ എണ്ണ അമൃത പോയാണ്. ഇതിനെക്കുറിച്ച് 1.5 മണിക്കൂർ സംസാരിക്കാനുണ്ട്. അപ്പോൾ അത്രയും ഒരു എന്താ പറയുക വെല്ലുവിളി ഞാനിപ്പോൾ ഏറ്റെടുക്കുന്നില്ല. ഈ എണ്ണ ഉപയോഗിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. നമ്മുടെ രീതി രാവിലെ 1 സ്പൂൺ എണ്ണ കഴിക്കുക. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് 2 നേരം ആക്കുക. സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ 3 നേരം കഴിച്ചോളൂ. ഒരു സർവ്വരോഗ സംഹാരിയാണിത്. ഇതിന് എടുക്കുന്ന ഒരു എക്സ്ട്രാക്ട് ഉണ്ട്, ഗാമ ഒറിജിനൽ. അതിനെക്കുറിച്ച് ഡോക്ടർ ഹരി നിങ്ങളോട് സംസാരിക്കാം. അതുപോലെ നമുക്ക് ധാരാളം ഫുഡ് സപ്ലിമെന്റുകളുണ്ട്. എന്താണ് സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ? ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വാട്ട് യു നീഡ് ആൻഡ് വാട്ട് യു ഈറ്റ്. നമ്മുടെ ശരീരത്തിന് വേണ്ടതും നമ്മൾ കഴിക്കുന്നതിൽ കിട്ടുന്നതും തമ്മിൽ അന്തരമുണ്ടെങ്കിൽ ആ അന്തരം പരിഹരിക്കുക. അതാണ് സപ്ലിമെന്റോട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആർസിബിൽ മാത്രം കിട്ടുന്ന ഒരു സപ്ലിമെന്റ് കാറ്റഗറിയാണ് ന്യൂട്രിചാർജ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ മരുന്ന് നിർമ്മാണ കമ്പനിയായ ഇക്ക ലാബ്സിന്റെ ന്യൂട്രീഷൻ സെഗ്മെന്റ് ആണ്. അത് ആർസിബിനോട് മാത്രമേ കിട്ടൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്തതിന്
അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ശശി സാർ. നല്ല കൈയുടെ എത്തിയതിനുവേണ്ടി ആകാം. ഒരു മാസം 2.25 ലക്ഷം രൂപയുടെ ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ ആളുകൾക്ക് കൊടുത്ത് ചരിത്രം സൃഷ്ടിച്ച ആളാണ്. എന്താണ് ഈ പ്രൊഡക്റ്റ്? നമുക്ക് പൊതുവെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. എന്നാൽ ഇന്ന് ആരോഗ്യ സംരക്ഷണം എല്ലാവരുടെയും ഒരു ശ്രദ്ധയായിട്ട് വന്നിരിക്കുന്നത് സപ്ലിമെന്റുകൾക്ക്, സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫുഡ് സപ്ലിമെന്റുകൾക്ക് വലിയ പ്രാധാന്യം, അംഗീകാരം കിട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആർസമിൽ 23 സപ്ലിമെന്റ്സ് ഉണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് മുതൽ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സംരക്ഷിക്കുന്നതിനും ഉണ്ടെങ്കിൽ അത് മാറുന്നതിനും സഹായിക്കുന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ വഴിയുണ്ട്. പള്ളിയിലേക്ക് വരുന്ന ബഹുഭൂരിപക്ഷം പ്രായമുള്ള സ്ത്രീകളും മുട്ടുവേദനയുള്ളവരാണ്. പണ്ട് പള്ളിയിൽ തറയിലായിരുന്നു മുട്ടുകുത്തിയിരുന്നത്. ഇപ്പോൾ അത് പ്രയാസമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു അല്ലേ, ബെഞ്ചും സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഇത് പള്ളിയിൽ മാത്രമല്ല, പണ്ട് കല്യാണത്തിലൊക്കെ പോയാൽ തറയിലിരുന്ന നമ്മൾ സദ്യ കഴിച്ചത്. ഇപ്പൊ കല്യാണത്തിൽ വെച്ച് തറയിൽ സദ്യ കഴിക്കാൻ ഞാൻ ഇപ്പൊ പറയാവേ ആളുകൾ സ്ഥലപ്പെടും. കാരണം ആർക്കും കാല് മുട്ട് മടങ്ങില്ല. എന്താ കാരണം? അതിനുള്ള പരിഹാരം എന്താണ്? ഒരു കുഴപ്പമില്ല. മുട്ട് മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ ചെയ്യുന്ന ആശുപത്രികൾ ഇഷ്ടം പോലെയുണ്ട്. ഒരു 5 ലക്ഷം രൂപ മുടക്കാമെങ്കിൽ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. ശരിയാവുന്ന ഉറപ്പൊന്നുമില്ല. പക്ഷേ ആ സ്ഥാനത്ത് ഇവിടെ നമ്മുടെ ഉണ്ട് ന്യൂട്രിചാർജ് BJ എന്ന് പറയുന്ന ഒരു അത്ഭുതം, ക്ലിനിക്കലി പ്രൂവണാണ്. അത് ഉപയോഗിച്ച് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ അനവധി ആളുകൾ അത് ഒഴിവാക്കി സുന്ദരമായി ഓടിച്ചാടി നടക്കുന്നു. നമുക്ക് തെളിവുണ്ട്. അങ്ങനെ ന്യൂട്രിചാർജ് BJ ഉപയോഗിക്കുകയോ കൊടുക്കുകയോ ചെയ്ത അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ? യെസ്. നോക്കൂ, വെറുതെ പറയുന്നല്ല. ഞാൻ ഒരു പ്രൊഡക്റ്റ് ഉദാഹരണം പറഞ്ഞതാണ്. ഈ 23 പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഷുഗർ വരാതിരിക്കാനും ഉണ്ടെങ്കിൽ കുറയ്ക്കാനും സഹായിക്കുന്ന ന്യൂട്രിചാർജ് ഗ്ലൈസം. മൊബൈലിന്റെ ഉപയോഗം കണ്ടമാനം കൂടി വന്നിരിക്കുകയാണ്, ശരിയല്ലേ? കണ്ണടയുടെ ആവശ്യം കൂടിക്കൂടി വരുന്നു. കൊച്ചു കുട്ടികൾക്ക് പോലും കണ്ണിന്റെ കാഴ്ചയെ ബാധിക്കുന്നു. മൊബൈലിന്റെ ഉപയോഗം, കമ്പ്യൂട്ടറിന്റെ ഉപയോഗം, ടിവിയുടെ ഉപയോഗം കൂടിക്കൂടി വരുമ്പോൾ കണ്ണിലേക്ക് നേരിട്ട് വെളിച്ചം വരുന്നു, കണ്ണിനെ അത് നശിപ്പിക്കുന്നു. നമുക്ക് ന്യൂട്രിചാർജ് വ്യൂ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഉൽപ്പന്നങ്ങൾ. ഇനി കൃഷിയാണ് ജീവൻ നിലനിർത്താനുള്ള ഉപാധി, ശരിയല്ലേ? നമ്മൾ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ ആരെങ്കിലും കൃഷി ചെയ്താലേ കഴിക്കാൻ പറ്റുള്ളൂ. ഇന്ന് കൃഷിക്കാരെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? ചെലവ് കൂടുതലും വിളവ് കുറവും അഥവാ വരവ് കുറവും. നമ്മൾ കണ്ടു നമ്മുടെ നാടിൻ്റെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് എന്തൊരു ലക്ഷക്കണക്കിന് കൃഷിക്കാർ എത്ര ദിവസം കിടന്ന് സമരം ചെയ്തു. കാരണം അവർക്ക് ഈ കഷ്ടപ്പാടിന് സഹിക്കാൻ വയ്യ. എന്താ പരിഹാരം? ആർസമിലുണ്ട് ഓർഗാനിക് ഫാമിങ്ങിന് സഹായിക്കുന്ന ഹരിത സഞ്ജീവനി എന്ന പേരിൽ ഒരു ശ്രേണി തന്നെയുണ്ട്. വിളവ് വർദ്ധിപ്പിക്കാനും വിളവിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും കൃഷിയുടെ ചെലവ് കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു 10ഓളം ഉൽപ്പന്നം. ഹരിതസഞ്ജീവനി എന്തെങ്കിലും ഉൽപ്പന്നം ഉപയോഗിച്ച് ആരെങ്കിലും ഉണ്ടോ? യെസ്, കുറേ അധികം ആളുകളുണ്ട്. ഗാർഡൻ ഗോൾഡ് എന്ന പേരിൽ നമുക്ക് മനോഹരമായൊരു ഉൽപ്പന്നമുണ്ട്, ഗാർഡൻ ഗോൾഡ്. ഞാൻ പറയുന്നു എല്ലാ വീട്ടിലും അത് ഉപയോഗിക്കണം. ഗാർഡൻ ഗോൾഡ് നമ്മുടെ വീട്ടിലേക്ക് ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പച്ചക്കറികൾ. തൊലി ചെത്തി കളയുന്നില്ലാത്ത പച്ചക്കറികൾ എല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വീട്ടിലേക്ക് വിഷം കൊണ്ടുവരുന്നു. പച്ചക്കറികൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉപ്പുവെള്ളത്തിലോ പുളിവെള്ളത്തിലോ വിനാഗിരി വെള്ളത്തിലോ ഒക്കെ ഇട്ട് വെച്ചതിന് ശേഷം വേണം ഉപയോഗിക്കാൻ എന്നാണ് പറയുന്നത്. പക്ഷേ അതിനൊന്നും നമുക്ക് സമയം കിട്ടാറില്ല. ഉണ്ടോ? ഇവിടെ 100% ഓർഗാനിക് ആയിട്ടൊരു വളമാണ്. സ്ഥലമില്ലെങ്കിൽ നിങ്ങൾ ആർസിമിന്റെ ആട്ട വാങ്ങിച്ച് ആ ആട്ടയുടെ പാക്കറ്റിനകത്ത് അടുത്ത പറമ്പിൽ നിന്ന് കുറച്ച് മണ്ണ് വാങ്ങിച്ചിട്ട് 2 മുളകിന് തൈ വെച്ചോളൂ. വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് നമുക്ക് ഇതുകൊണ്ട് ചെയ്തുണ്ടാക്കാം. അങ്ങനെ ഗാർഡനുകൾ ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? എത്ര പേരുണ്ട് ഗാർഡനുകൾ ഉപയോഗിക്കുന്ന ആളുകൾ? നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇതുകൊണ്ട് തക്കാളി നട്ടിട്ട് ഒരാൾ പറഞ്ഞ് എൻ്റെ സാറേ 1000 തക്കാളിക്കെങ്കിലും ഞാൻ പറിച്ചു കയറും. കുറച്ച് അതിശയോക്തി ആയിരിക്കും. 1000 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ഒരു 100 എണ്ണം പ്രതീക്ഷിക്കാമോ? 100 എണ്ണം ഉണ്ടെങ്കിൽ 10 കിലോ തക്കാളി ആയോ? 10 കിലോ തക്കാളി ആയെങ്കിൽ 400. ഇത് ഒരു മാസം ഒരു ചെടിക്ക് 50 മുതൽ 100 ഗ്രാം മതി. 1/2 കിലോ ഉണ്ട്. അപ്പോൾ 5 തക്കാളി ചെടി നടാനുള്ള സാധനമുണ്ട്. എത്ര കിലോ തക്കാളി ഉൽപ്പാദിക്കാം? ഇതിൻ്റെ വില വെറും 125 രൂപയാണ്.
അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആരോഗ്യം തരുന്ന, നമ്മുടെ ചെലവ് കുറയ്ക്കുന്ന ധാരാളം ഉൽപ്പന്നങ്ങളാണ്. ഇങ്ങനൊരു മനോഹരമായ ഒരു സൗകര്യം ശശി സാറും കുടുംബാംഗങ്ങളും ചേർന്ന് നമുക്ക് ഉണ്ടാക്കി തന്നതിന് ആദ്യം നമുക്ക് അവർക്കൊരു നന്ദി പറയാം. നല്ലൊരു കൈയടി ശശി സാറിനും കുടുംബത്തിനും വേണ്ടിയാകാം. പിന്നെ ഇത് ആളുകൾ പറഞ്ഞറിഞ്ഞ് പോകല്ല. ഇതിനെ സംബന്ധിച്ച് പരസ്യമൊന്നും 25 വർഷമായിട്ട് ഞാനിത് അറിഞ്ഞില്ലല്ലോ നിങ്ങൾ പല ആൾക്കും തോന്നുന്നുണ്ടാവും. അതിന് കാരണം സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ഇസ് ദ ബെസ്റ്റ് അഡ്വർടൈസർ. ഉപയോഗിച്ച് ബോധ്യപ്പെട്ട ആളുകൾ അവരുടെ പരിചയക്കാരോട് വേണ്ടപ്പെട്ടവർ പറഞ്ഞാണ് ഈ പ്രസ്ഥാനം വളരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു പക്ഷെ അവർക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഈ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. സാവകാശം നിങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ വരണം, ഇതിനെ പരിചയപ്പെടണം, ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തണം. നമ്മുടെ നാട് രക്ഷപ്പെടാൻ ഇതിനേക്കാൾ മനോഹരമായ വേറൊരു സംവിധാനമില്ല. 25 വർഷം RCM പൂർത്തീകരിക്കുകയാണ്. മായവും കലർപ്പമില്ലാത്ത ആരോഗ്യദായകമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്ന തുല്യ ഉപയോഗം സാധ്യമാക്കുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്ന ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് പ്രസ്ഥാനം. ഇത് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് സാധ്യത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് നമുക്ക് ഈ കൂട്ടായ്മയിൽ നമ്മുടെ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാക്കാം. സാമ്പത്തികമായും ആരോഗ്യപരമായും അതുപോലെ കൂട്ടായ്മയുടെ സന്തോഷം വളർത്തുന്ന ഈ പ്രസ്ഥാനം തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാവും. ഇന്ന് ഇങ്ങനൊരു പണ്ടവേളി ക്യൂക്കിൻ്റെ ഉദ്ഘാടനത്തിൽ വരാൻ കഴിഞ്ഞതിൽ എൻ്റെ അതിയായ സന്തോഷം അറിയിക്കുകയാണ്. ജയൻ സാർ പറഞ്ഞ പോലെ 2005 മുതൽ ഈ പ്രസ്ഥാനത്ത് ഇവിടെ ഉള്ളത് കൊണ്ട് ഒത്തിരി ഔട്ട്ലെറ്റുകളുടെ ഉദ്ഘാടനം നടത്താനും പങ്കെടുക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ 2-3 മന്ത്രിമാരുടെ കൂടെയൊക്കെ ഈ ഷോപ്പുകളുടെ ഉദ്ഘാടനത്തിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ഹരമാണ് ഇത് ആളുകൾ പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഷോപ്പ് നമുക്കെല്ലാവർക്കും പ്രയോജനകരമായിട്ട് നിങ്ങളുടെ എല്ലാം നല്ല മനസ്സ് ഈ സംവിധാനത്തിൻ്റെ പ്രമോഷന് ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഷോപ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു. നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം നമ്മുടെ പ്രിയപ്പെട്ട അമൂൽ സാറിന്. ഇന്നലെ രാത്രി അവിടെ യാത്ര ചെയ്താണ്. താങ്ക് യു. നമുക്ക് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഫാദറിന് എല്ലാ ആദരവോടും കൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഫാദർ. ഈ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ഘാടനങ്ങൾ നിർവഹിച്ച സാറ് വിഭാഗങ്ങൾ, ഇതിൻ്റെ ഈ പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ച ശശികുമാർ, ഇതിൻ്റെ ക്ഷണിതാക്കളായി ഇവിടെ കടന്നു വന്നിട്ടുള്ള പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളെ, പ്രിയ സുഹൃത്തുക്കളെ, ഞാനിവിടെ വന്നിട്ട് 1.5 വർഷമാകുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനോട് നിൽക്കുന്നത്. ഞാൻ നേരിട്ട് ഒരു കടയിൽ ഒരു സാധനം വാങ്ങിക്കാൻ പോകാറില്ലാത്തൊരു മനുഷ്യനായിരുന്നു കുറഞ്ഞ 10-37 വർഷമായിട്ട്. ഈ 1.5 വർഷമായിട്ടാണ് ഞാൻ നേരിട്ട് പർച്ചേസ് ചെയ്യാനൊക്കെ പോയി തുടങ്ങിയത്. ഇവിടെ ഇപ്രകാരം നൂതനമായ ആശയങ്ങൾ, ട്രാൻസ്ഫോമിംഗ് ലൈഫ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, തീർച്ചയായിട്ടും അത് വളരെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയുള്ളൊരു ക്യാപ്ഷൻ, നമ്മളെ തന്നെ ഒന്ന് മാറ്റുവാൻ, നമ്മുടെ ഇന്ത്യയെ ഒന്ന് മാറ്റുവാൻ ഒരു ചെറിയ ശ്രമം. നമുക്കറിയാമല്ലോ, ഇപ്പോൾ കുളത്തിലേക്ക് ഒരു ചെറിയ കല്ലെടുത്തിട്ടാൽ ആ കല്ലിൻ്റെ വലുപ്പത്തിലല്ല, ആ കല്ല് വീണ് കഴിയുമ്പോൾ ഓളങ്ങളിങ്ങനെ ആ കുളം നിറച്ച് ഓളങ്ങളായി തിരമാലകളായി ഭവിക്കുന്നത് പോലെ ഈ ചെറിയ സംരംഭം തീർച്ചയായിട്ടും നിത്യോപയോഗ സാധനങ്ങൾ, ഞാനിപ്പോഴും അറിയുന്നത് ഇങ്ങനെ എല്ലാ സാധനവും ഇവിടെയുണ്ട്. നോക്കിയപ്പോൾ ചെരുപ്പ് വരെ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന ഈ സംരംഭം നമ്മുടെ നാടിന് ഒരു മാറ്റമാകട്ടെ, മാറ്റത്തിനുള്ള ഒരു തുടക്കമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കൺസെപ്റ്റിനെ പറ്റി കേൾക്കുന്നത്. RCM എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. തീർച്ചയായിട്ടും അടുത്തായതുകൊണ്ട് എന്നും വരാനും വാങ്ങിക്കാനും ഒക്കെയുള്ള ക്രമീകരണങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് ശശികുമാറിനും ടീമിനും എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. ഇത് നമ്മുടെ ഈ പുളക്കീട് പ്രദേശത്തുള്ളവർ ഏറ്റെടുക്കണം എന്നൊരു അഭ്യർത്ഥനയോടെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ താങ്ക് യു സർ. താങ്ക് യു ഫാദർ. താങ്ക് യു. നമുക്ക് തുടർന്ന്
നമ്മുടെ ഈ പ്രോഗ്രാം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ഫാദർ എല്ലാ സഹായവും നമുക്ക് ചെയ്തു തരുമെന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്യും, മറ്റോട് പറയുകയും ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കുന്നു അത് വേണം. താങ്ക് യു ഫാദർ, താങ്ക് യു. നമുക്ക് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അന്നമ്മ ജോർജ് മാഡത്തിനെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് മാഡം. താങ്ക് യു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ, യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മൂത്ത് സാറ് ഫാമിലി, സെസ് സാറ് ഫാമിലി, വിനോദ് സാറ്, മറ്റ് എല്ലാവർക്കും, എൻ്റെ സഹ മെമ്പറായിരിക്കും ബ്ലോക്കിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരിക്കുന്ന മറിയാമ്മ എബ്രഹാം, നമ്മുടെ ഫാദർ ജോസച്ചൻ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എനിക്ക് ഒരു അത്യാവശ്യമായിട്ട് 11 മണിക്ക് ഞങ്ങളുടെ പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് കൂടുകയാണ്. ആ സമയത്തിന് മുമ്പ് എനിക്ക് അവിടെ എത്തിച്ചേരണം. എന്നാൽ ഇത്രയും പെട്ടെന്ന് ഒരവസരം കിട്ടിയതിൽ ഓർത്ത് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. RCOMൻ്റെ ഒരു ഉപഭോക്താവായിരുന്നു ഞാൻ. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തിരുവല്ല കാവം ഭാഗത്ത് റെഞ്ചി പോൾ എന്ന് പറയുന്ന ഒരു ഏജന്റിന് ഞങ്ങളുടെ വീട്ടിൽ വരികയും വടക്കപ്പുറത്തെ ബാബു ഇങ്ങനെ കൊണ്ടുവരികയും അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഒരു ഉപഭോക്താവായിട്ട് വളരെ വർഷക്കാലം ഇപ്പോഴും ഞാൻ RCOMൻ്റെ ഗോതമ്പ് പൊടിയും മറ്റു സാധനങ്ങളും ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. നല്ല ഒരു ഉൽപ്പന്നമാണ്, നല്ല പ്രയോജനമുള്ളതാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാ രോഗങ്ങൾക്കും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നല്ല ഒരു മരുന്നാണെന്ന് തന്നെ ഇതിനെ പറയാം. അത് എല്ലാവർക്കും പ്രയോജനകരമാകട്ടെ. ഇതിൻ്റെ ഈ സ്ഥാപനത്തെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ പഞ്ചായത്തിലുള്ളവർക്കും നമ്മുടെ ഈ പ്രദേശത്തുള്ളവർക്കും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എനിക്ക് പോകാനുള്ള തിരക്കുള്ളത് കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം, താങ്ക് യു. തീർച്ചയായിട്ടും ജനപ്രതിനിധികൾ നമ്മുടെ സംരംഭം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിലൂടെ ജനങ്ങളുടെ നന്മ നമ്മളും തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു മാഡം. ആശംസ പറയുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സൺ മറിയാമ്മ മാഡത്തിനെ വളരെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മാഡം. എല്ലാവർക്കും നമസ്കാരം. ഈ യോഗം ഈ കട ഉദ്ഘാടനം ചെയ്ത മുറി സാറ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇപ്പം പറഞ്ഞില്ല, നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ PSC ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും പബ്ലിക് സർവീസ് കമ്മീഷനാണെന്ന്. അതൊന്ന് എഴുതിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ ഈ രോഗങ്ങളിൽ നിന്നും നമുക്ക് മാറാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എല്ലാവരും പറയും ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കണം എന്നും ക്ലാസ് എടുക്കും. എനിക്കിപ്പം 11 മണിക്ക് ഞങ്ങളുടെ ബ്ലോക്കിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ട്. അതും കൃഷിയുടെയാണ്. എല്ലാവരും പറയും, പക്ഷെ എല്ലാവരും അങ്ങോട്ട് പോകുമ്പോൾ ഓരോ പാഴ്സൽ വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് എല്ലാവർക്കും അസുഖമാണ്, നമുക്കറിയാം. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ RCOMയിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മളെല്ലാം രോഗികളാണ്. ഇപ്പോൾ എന്നോട് വിനോദ് പറഞ്ഞു, അമ്മയുടെ മുഖം കണ്ടു. എൻ്റെ മുഖം ഈ കളറല്ലായിരുന്നു. ഞാൻ ഈ 2 മാസം ഞാൻ വെയിലത്തോട്ട് ഇറങ്ങിയ ഉടനെ പെട്ടെന്ന് സൂര്യൻ്റെ ഇത് കൊണ്ടുവന്ന ഒരു സംഭവമാണ്. എന്നോട് പറഞ്ഞൊരു ക്രീം തരാം. ഞാൻ പറഞ്ഞു, വിനോദ എനിക്ക് പേടിയാണ് ഇപ്പോൾ എന്ത് ഉപയോഗിക്കാനും, അതുകൊണ്ട് അത് തന്നെ പൊക്കോട്ടെ. എനിക്ക് പേടിയാണ് എന്ത് കൂട്ടാൻ വന്നത്, എനിക്ക് അലർജിയുള്ള കൂട്ടമാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് അതെന്നെ ബാധിക്കും. അതുകൊണ്ട് ഒരു 3-4-5 മാസം പിടിക്കും, അത് പെരുക്കെ പൊക്കോട്ടെ. മറ്റുള്ള വലിയ അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ സംരംഭം നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരണം. ഇതിലുള്ള ഇപ്പം ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ വിനോദ് പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞത്. അതുകൊണ്ട് ഈ സംരംഭം നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരണം. നമുക്ക് അസുഖമില്ലാത്ത ഒരു ശരീരം എന്തെങ്കിലും ആകട്ടെ, ഇഷ്ടം പോലെ പണമുണ്ട്, കൊണ്ടുകൂടി പണമുണ്ടെന്ന് പറഞ്ഞാലും ഒരു രോഗം വന്ന് കിടന്നുപോയി എങ്കിൽ നമ്മുടെ എല്ലാം തീർന്നു. നമ്മളെ നോക്കാൻ പോലും ആരുമില്ല. ഇപ്പം മക്കളൊന്നും കൂടില്ല.
അതുകൊണ്ട് നമ്മൾ കഴിവതും സൂക്ഷിക്കുക. ഇവിടെ വന്ന് നല്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുക. എല്ലാവിധ കാര്യങ്ങളോട് നോക്കിയപ്പോൾ ഇപ്പം നല്ല എനിക്കും കൃഷി ചെയ്യുന്നതിന് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഇവിടെ നടുന്നൊന്നേ വെള്ളം വന്നവരതിനെയും കൊണ്ടങ്ങ് പോകും. അങ്ങനെ ഒരു വലിയ കുഴപ്പമാണ്. ഞങ്ങൾ നിർണത്തുകാരാ, പെട്ടെന്ന് വെള്ളം കയറും. അതുകൊണ്ട് എന്നാലും ഗ്രോബാഗിലൊക്കെ കൃഷി ചെയ്യാൻ വളരെ താല്പര്യമുണ്ട്. ഞാൻ ഇവിടെ വരാം, സാധനങ്ങളൊക്കെ മേടിക്കാം. നമ്മുടെ ഈ സംരംഭം, ഈ കടകൾ ഇങ്ങനെ പറഞ്ഞ് ഇത് ഭയങ്കരമായിട്ട് വിശാലമായിട്ട് ഇത് മുന്നോട്ട് നീങ്ങട്ടെ. എല്ലാവിധ ആശംസകളും നടന്നോളൂ. താങ്ക് യു മാഡം. മേഡത്തിന് അലർജി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇവിടെ ഉണ്ടെന്ന് സന്ദർശിച്ചാൽ ഒന്ന് ഓർപ്പിക്കുന്നു. എല്ലാവരുടെയും അലർജി നമുക്കിവിടെ മാറ്റിയെടുക്കാൻ പറ്റും മെഡിസിൻ ഒന്നും ഉപയോഗിക്കാതെ. ഇനി നമുക്ക് ആദ്യ വിൽപ്പനയാണ്. ആദ്യ വിൽപ്പനയ്ക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഫാദറിനെ ഞാൻ വളരെ സന്തോഷത്തോടെ ക്ഷണിക്കുകയാണ്. നമുക്കെല്ലാം അകത്തോട് പ്രവേശിക്കാൻ പറ്റും. ഇനി ഇതിന് ശേഷം നമ്മൾ തൊട്ട സമയം ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ആദരണീയ സമയം മൂർ സാറിന്റെ അഖിൽ മേഡത്തിന്റെ ഡോക്ടർ ഹരി സാറിനെ നമ്മൾ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാവരും പങ്കെടുക്കണം. തീർച്ചയായിട്ടും നമുക്ക് ആദ്യ വിൽപ്പനയ്ക്ക് വേണ്ടി നമുക്ക് സജ്ജരാകാം. പ്ലീസ് വെൽക്കം ഫാദർ, പ്ലീസ് വെൽക്കം. മൂർ സാർ, മാഡം, ജയശ്രീ ആരാണ് ആദ്യം? താങ്ക് യു. മോനെ അമ്മ ഇവിടെ അടുത്ത് കേട്ടെ. അമ്മ ഇവിടെ പ്രൊഡക്റ്റായിട്ട് കൊടുത്താൽ മതി. അല്ലാതെ പൈസ കയ്യിൽ വായിച്ചേട്ടാ. കൗണ്ടറിലുണ്ട്, മേശത്തിരണം. സാർ മാധുക്കുടി സാറിനെ കണ്ട